പക്ഷേ എം ഹസൻ നേരത്തെയുള്ള UDF കൺവീനർ പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ UDFന്റെ ഘടകകക്ഷികളുടെ അഭിപ്രായം ചോദിക്കേണ്ട എന്നാണ് മുൻ UDF കൺവീനർ പറഞ്ഞത്. അത് കോൺഗ്രസിന് തീരുമാനിക്കാം. ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായം ചോദിക്കണമോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസിനും കോൺഗ്രസ് ഹൈക്കമാൻഡിനും തീരുമാനിക്കാം. പക്ഷേ ശ്രീ എം ഹസൻ പറഞ്ഞ വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരു പരാമർശം, ഘടകകക്ഷികൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്ന് നടത്തിയ പരാമർശം വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള പരാമർശമാണ്. ബഹുമാനപ്പെട്ട UDFന്റെ മുൻ കൺവീനറും KPCCയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ ശ്രീ എം ഹസൻ നടത്തിയത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള പരാമർശമാണ്. ഞങ്ങൾ ആരും കയറി അങ്ങോട്ടൊരു അഭിപ്രായവും പറഞ്ഞില്ല. RSP പറഞ്ഞില്ല, ലീഗ് പറഞ്ഞില്ല, കേരള കോൺഗ്രസ് പറഞ്ഞില്ല, മറ്റൊരു ഘടകകക്ഷിയും പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ ഒക്കെ പാർട്ടികളിൽ ചർച്ച ചെയ്തു. RSPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തലനാരിഴ കീറി വിലയിരുത്തി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നിർവാഹക സമിതി യോഗം ചേർന്നു, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. ഓരോ പാർട്ടിക്കും അഭിപ്രായം ഉണ്ടാകും, പക്ഷെ ആരും ആ അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിച്ചില്ല. എവിടെയാ പ്രകടിപ്പിച്ചത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ ഞങ്ങളുമായി ചർച്ച ചെയ്യണം, കാണണമെന്ന് ആഗ്രഹിച്ചു. രാഷ്ട്രീയ സ്ഥിതിഗതികളെ സംബന്ധിച്ച് വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ച നടത്തിയപ്പോൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അവരോടൊപ്പം പറഞ്ഞു എന്നുള്ളതല്ലാതെ പൊതുമണ്ഡലത്തിൽ പോലും ഞങ്ങൾ ആ അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ അഭിപ്രായം മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്ന അദ്ദേഹത്തിൻ്റെ പരാമർശം എന്തുകൊണ്ടുണ്ടായി എന്ന് എനിക്കറിയില്ല. ഞങ്ങളെ ക്ഷണിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ അങ്ങോട്ട് പോയി അഭിപ്രായം പറഞ്ഞതല്ല. ഞങ്ങളുടെ അഭിപ്രായം കേൾക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ഘടകകക്ഷികളെ അങ്ങോട്ട് വിളിച്ച അഭിപ്രായം മുഖ്യമന്ത്രി ആരാകണമെന്നുള്ളതുമല്ല അഭിപ്രായം. തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികളെ സംബന്ധിച്ചുള്ള ഒരു പൊതുവായ വിലയിരുത്തലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി നടത്തിയത്. അപ്പോഴുള്ള പൊതുവായ സിറ്റുവേഷൻ ഞങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതൃത്വത്തെ ധരിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് ഞാൻ ആവർത്തിച്ച് പറയുന്നു, കോൺഗ്രസിന്റെ ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെ തീരുമാനിക്കാനുള്ള പൂർണ്ണാധികാരം, വിവേചനാധികാരം കോൺഗ്രസിനും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനുമാണ്.